പ്രിയരെ, HSST പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുകയല്ലേ? നിങ്ങൾക്കായി കുറച്ച് ടിപ്പുകളുമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. HSST എക്സാം പോലെ ഒരു വലിയ പരീക്ഷ നമ്മൾ നേരിടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം പഠനം നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ പഠനത്തിൻ്റെ ശക്തിയും വേഗതയും കൂട്ടേണ്ട സമയങ്ങളാണ് ഇപ്പോൾ. ഗ്രൂപ്പ് സ്റ്റഡികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയുന്ന, നിങ്ങളുടെ വൈബിന് പറ്റിയ കൂട്ടുകാരെ പഠനത്തിനായി തിരഞ്ഞെടുക്കുക. രാത്രിയും പകലും നിങ്ങളുടെ പഠനം മെച്ചപ്പെടണമെങ്കിൽ നല്ല രീതിയിലുള്ള ഗ്രൂപ്പ് സ്റ്റഡികൾ നടക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഗ്രൂപ്പ് സ്റ്റഡികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ പഴയകാല ചോദ്യപേപ്പറുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പഴയകാല ചോദ്യപേപ്പറുകൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിലെ ഓപ്ഷനുകൾ കൂടി ശ്രദ്ധിച്ച് അവയിൽ നിന്ന് കൂടി ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിക്കുന്നത് വളരെ രസകരമായിരിക്കും. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോഴാണ് ഗ്രൂപ്പ് സ്റ്റഡികളുടെ വില നിങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ജനറൽ പേപ്പറിനും നിങ്ങളുടെ പേപ്പറിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ തയ്യാറെടുക്കുന്ന പരീക്ഷയെക്കുറിച്ച് നല്ല ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. നമ്മുടെ ടീച്ചിങ് എക്സാമുകളിൽ കുറച്ച് വലിയ പോസ്റ്റ് തന്നെയാണ് HSST എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖല കൂടിയാണ് HSST. അപ്പോൾ നമ്മൾ ഈ പരീക്ഷയെ നേരിടുമ്പോൾ കുറച്ച് രഹസ്യ സ്വഭാവമൊക്കെ ആകാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രം അറിഞ്ഞാൽ മതി നമ്മൾ ഇങ്ങനെയൊരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. നമ്മുടെ പാർട്ട്ണറോ, നമ്മുടെ അമ്മയും അച്ഛനും, അല്ലെങ്കിൽ നമ്മുടെ മക്കളോ അവരൊക്കെ അറിഞ്ഞാൽ മതി. അതിനപ്പുറം നാട്ടുകാരെ മൊത്തം അറിയിച്ച് പഠിക്കാനിരിക്കരുത്. അത് നിങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കും. ഇനി പറയാൻ പോകുന്നത് മെറ്റീരിയലുകളെ കുറിച്ചാണ്. എവിടെ നിന്നൊക്കെ മെറ്റീരിയൽ കിട്ടുന്നോ അവിടുന്നൊക്കെ നിങ്ങൾ മെറ്റീരിയൽ ശേഖരിച്ചുകൊണ്ട് പഠിക്കാനിരിക്കുക. പിന്നീട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ മെറ്റീരിയലുകൾ കിട്ടാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ കൊടുക്കുന്നത് മാത്രം പഠിച്ച് അവരങ്ങ് രക്ഷപ്പെട്ടു പോകും, അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും വേണ്ട. നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തന്നെയും അവരുടെ കയ്യിലും ഉണ്ട്. അഥവാ നമ്മൾ ഒരാൾക്ക് ഒരു പഠന സാമഗ്രി നൽകുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരുടെ ഒരു പ്രാർത്ഥനയോ അവരുടെ ഒരു കരുതലോ ഒക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് കിട്ടിയെങ്കിലോ. അതുകൊണ്ട് മെറ്റീരിയൽ കൊടുക്കുന്നതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. കൊടുത്താൽ മാത്രം വികസിക്കുന്ന ഒന്നാണ് അറിവ് എന്നുള്ളത്. ആരെയും ചതിച്ചും പറ്റിച്ചും ഉണ്ടാക്കുന്ന ഒന്നിനും നിലനിൽപ്പില്ല എന്നുള്ള കാര്യം കൂടി അധ്യാപകരായ നിങ്ങൾ ഓർക്കുക. പിന്നീട് പറയാനുള്ളത് നമ്മുടെ പഠനം എത്ര മണിക്കൂർ ഇതിനായി മാറ്റിവെക്കണം എന്നുള്ളതാണ്. നിങ്ങൾ മാക്സിമം ഒരു 12 മണിക്കൂറെങ്കിലും ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നീട് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ ജീവിതമാർഗം ഇതാണ്. അത് നിർത്തിയിട്ട് പോകാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അതിലേക്ക് വേണ്ടി ഒരുപാട് പരിചയസമ്പന്നരായ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ മത്സരിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഇവരോടൊക്കെ മത്സരിച്ച് നിങ്ങൾ ഒന്നാമതെത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് HSST എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിൽ എത്താൻ പറ്റൂ. എത്രമാത്രം പേര് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷയുടെ സീരിയസ്നെസ് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. അതുപോലെ തന്നെ ഒരു പരീക്ഷ നമ്മൾ ക്രാക്ക് ചെയ്യുമ്പം അതിൻ്റെ ലിസ്റ്റിൽ വീഴുന്നത് വരെയല്ല നമ്മൾ സ്വപ്നം കാണേണ്ടത്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ചെന്ന് നമ്മുടെ ആ ഒരു അഡ്വൈസ് മെമ്മോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാണിക്കുന്നത് തൊട്ട് നമ്മൾ സ്വപ്നം കാണണം. അവിടെ ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം. അല്ലാതെ ലിസ്റ്റിൽ വീഴുന്നതോ അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടുന്നതോ ഒന്നും ആയിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത്. ആ അഡ്വൈസും മെമ്മോയും കൊണ്ട് നമ്മളെ പഠിപ്പിച്ച അധ്യാപകൻ്റെ മുന്നിലെത്തുന്നതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ എത്താനായിട്ട് കഴിയും. കാരണം അഡ്വൈസ് ലെറ്റർ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ് നിങ്ങൾ അവസാനം കാണുന്ന സ്വപ്നം. ആ സ്വപ്നത്തിലെത്താൻ ദൈവവും അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചവും കൂട്ടുനിൽക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. പിന്നീട് പറയുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ദിവസം എഴുതേണ്ട പരീക്ഷകളുടെ ഒരു കണക്കുണ്ട്.
ദിവസം ചുരുങ്ങിയത് 2 OMR ഷീറ്റ് എക്സാമെങ്കിലും നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അതായത് പേന കൊണ്ട് ആ വട്ടങ്ങളിൽ കറുപ്പിച്ചുള്ള എക്സാം. ദിവസം 2 എണ്ണത്തിനെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയെല്ലാം ഓൺലൈൻ പരീക്ഷകളായാൽ കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ചുരുങ്ങിയത് ഒരു 10 പരീക്ഷയെങ്കിലും എഴുതാൻ സാധിക്കുമോ അത്രയും നല്ലത്. പഠനത്തിന് ഇമ്പോർട്ടൻസിന് കൊടുക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ആ പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നിങ്ങൾ പരീക്ഷയെയാണ് ജയിക്കേണ്ടത്. പഠിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് എങ്ങനെ ആ പേപ്പറിൽ കൊണ്ടുവരുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. പിന്നീട് നമ്മളെ കളിയാക്കിയവരോട് ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ എനിക്ക് ജോലിയായി അല്ലെങ്കിൽ ജോലി വാങ്ങി അവർക്കൊരു സമ്മാനവുമായി വാങ്ങി ചെല്ലുന്ന കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനിയുമുണ്ട് നമ്മുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവ നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പാർട്ട് 2 എന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.